നമുക്കിന്ന് ഈ സഫാരി പാർക്ക് കണ്ടുകൊണ്ട് ഒരു പഴയ കഥ കേട്ടാലോ? കഥ എൻ്റെ അമ്മായിയമ്മയെ കുറിച്ചാണ്. കഥ പറയാനുള്ളൊരു പ്രചോദനം എൻ്റെ കൊളീഗ് മിസ്റ്റർ ഇക്ബാലാണ്. ഞാൻ ഫോണിൽ അമ്മയുടെ ഒരു ഫോട്ടോ നോക്കി നിൽക്കുമ്പോൾ ഇക്ബാൽ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ പുള്ളി ഇത് ആരാ ചോദിച്ചു. ഞാൻ പറഞ്ഞു മദർ ഇൻ ലോ ആണ്. ഉടനെ പുള്ളി പറഞ്ഞു ഷീ ലുക്സ് വെരി റഫ് ആൻഡ് ടഫ്. ഭയങ്കര ടെററാണെന്ന് തോന്നുന്നല്ലോ. ലുക്ക് വെച്ച് അമ്മയെ അങ്ങ് ഇക്ബാൽ ജഡ്ജ് ചെയ്ത് കളഞ്ഞു. അപ്പം എനിക്കതിൽ ഇക്ബാലിന് കുറ്റം പറയാനും പറ്റത്തില്ല. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അമ്മയെ കാണുമ്പോഴും ഇതുപോലെ ജഡ്ജ് ചെയ്തായിരുന്നു. കോട്ടയത്തോട്ടുള്ള ബസ്സേ വെച്ച് പലപ്പോഴും ഞാൻ അമ്മയെ കണ്ടിട്ടുണ്ട്. അന്ന് അമ്മ എൻ്റെ അമ്മായിയമ്മയായിട്ട് വരുന്നൊരു ധാരണയില്ലല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ക്ലാസ്മേറ്റിൻ്റെ അമ്മ മാത്രം. അപ്പം ഇക്ബാലിനെ പോലെ തന്നെ ഞാൻ ഓർത്തു, എന്തൊരു മുഖം ഇതൊന്ന് ചിരിച്ചാൽ എന്തോ ഒരു മനുഷ്യപ്പെട്ടില്ലാത്ത മുഖമാണല്ലോ. ആ ചെക്കൻ കെട്ടിക്കൊണ്ട് വരുന്ന പെണ്ണിന്റെ കട്ട പുകയായിരിക്കും. വിധിയുടെ വിളയാട്ടം ഞാൻ ആ ചെക്കനെ തന്നെ പ്രേമിച്ച് ആ വീട്ടിൽ തന്നെ മരുമകളായിട്ട് ചെന്ന് കയറി. കയ്പുനീര് കുടിക്കാൻ തയ്യാറായിട്ടാണല്ലോ ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഞാൻ ഈ പോര് എക്സ്പെക്ട് ചെയ്യുന്നു. പോരില്ലെന്ന് മാത്രമല്ല, അമ്മയ്ക്ക് ഭയങ്കര സ്നേഹം. എന്നെ കൊണ്ട് ഒരു പണി അങ്ങ് ചെയ്യിക്കത്തില്ല. എനിക്കതിലൊരു അസ്വാഭാവികത തോന്നി. ഇപ്പം ഞാൻ ഓർത്ത് പുതുമോടിയല്ലേ, കുറച്ച് കഴിയുമ്പോൾ എടുത്തോളുമായിരിക്കും പോയി. മാത്രമല്ല അന്ന് ഞാൻ ദുബായിക്കാരിയാണ്. അപ്പം ഈ ഒരു മാസത്തെ അവധിക്ക് വന്ന് കല്യാണം കഴിച്ചു പോകുന്ന പെണ്ണിനോട് എന്നെ പോരെടുക്കാനാണ് ചിലപ്പോൾ അമ്മ വിചാരിച്ച് കാണും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കംപ്ലീറ്റ്ലി റിസൈൻ ചെയ്ത് നാട്ടിലോട്ട് പോന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും പോരെടുക്കും. കാരണം ദുബായിക്കാരി എന്നുള്ള ലേബലില്ല, ജോലിയില്ല, വരുമാനമില്ല, ഫുൾ ടൈം വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കുമല്ലോ. പക്ഷെ അമ്മയ്ക്ക് ഒരു മാറ്റമില്ല. ഞാൻ ആദ്യ നാളുകളിൽ കണ്ട അതേ അമ്മ തന്നെയാണ് ഇപ്പോൾ. ഞാൻ 10 മണിക്കോ 11 മണിക്കോ എണീറ്റ് വന്നാലും അമ്മയെ ബാധിക്കുന്നേ ഇല്ല. അമ്മ എന്നെ കാണുമ്പോഴേ ആ കൊച്ചു എണീറ്റോ, എന്നാൽ കാപ്പി കുടിക്കുക, അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നൊക്കെയാ പറയുന്നത്. തിന്ന പാത്രം കഴുകി വെക്കലല്ലാതെ ആ വീട്ടിൽ ഒരു പണിയും ഞാൻ ചെയ്തിട്ടേ ഇല്ല. എന്താണെന്ന് അറിയണല്ലോ എന്നോർത്ത് ഒരു ദിവസം ഞാൻ അടുക്കളോട്ട് ചെല്ലുമ്പോൾ 2 ബീട്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് തോരൻ വെക്കാൻ വേണ്ടി. ഞാൻ അരിയാന്ന് പറഞ്ഞിട്ട് അമ്മ സമ്മതിക്കുന്നില്ല. ഞാനും സമ്മതിച്ചു കൊടുത്തില്ല. ഇല്ല, ഞാൻ അരിഞ്ഞ് തന്നിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് ആ ബീട്രൂട്ട് അരിഞ്ഞുകൊണ്ട് ഞാൻ അമ്മയോട് ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എന്താ എന്നെ കൊണ്ട് പണിയൊന്നും എടുപ്പിക്കാത്ത? ഞാൻ ലേറ്റ് ആയിട്ടൊക്കെ എണീറ്റ് വരുമ്പോൾ അമ്മയ്ക്ക് എന്താ ദേഷ്യം തോന്നാത്ത? അമ്മ എനിക്ക് മറുപടി തന്നു, എൻ്റെ മോനും ഒത്ത് പുതിയൊരു ജീവിതം തുടങ്ങാനാണ് കൊച്ചി വീട്ടിലോട്ട് കല്യാണം കഴിച്ചു വന്നത്, അല്ലാതെ എന്നെ പണി സഹായിക്കാനല്ല. 2 രാവിലെ എഴുന്നേറ്റ് ചോറും കറിയും വെച്ച് അടിച്ച് തൂത്തുവാരി കുളിച്ച് വരുന്നത് വരെ ചെയ്യാനുള്ള ഒരു ടൈം ടേബിൾ അമ്മയുടെ മനസ്സിലുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നതിലും അമ്മയ്ക്ക് ഇഷ്ടം അമ്മയുടെ വഴിക്ക് വിടുന്നതാണ്. പിന്നെ അമ്മമാരുള്ളപ്പോൾ മാത്രമേ നമുക്ക് കുറച്ച് നേരം കൂടുതൽ കിടന്ന് ഉറങ്ങാനും ചുമ്മാ ഇരിക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. അമ്മമാരില്ലാതാകുന്ന നിമിഷം ഈ സൗകര്യങ്ങളെല്ലാം അങ്ങ് പോകും. അതുകൊണ്ട് അമ്മയുള്ളപ്പം, അമ്മയ്ക്ക് ആരോഗ്യമുള്ളപ്പം കൊച്ചു ചുമ്മാ ഇരുന്നാൽ മതി എന്ന് എന്നോട് പറഞ്ഞു. ഒരമ്മായിയമ്മ ഇത് പറയുന്നതെന്നും കൂടി ഒന്ന് ഓർക്കണം. അമ്മയുടെ ഇത്രയും മറുപടി കേട്ടപ്പോഴേക്കും ഞാൻ അമ്മയുടെ ഫാനായെന്ന് മാത്രമല്ല, ഒരു സൈഡിൽ എൻ്റെ തൊലി അങ്ങ് ഉരിഞ്ഞു പോയി. അമ്മ എന്നെ മോൻ്റെ ഭാര്യയായിട്ടല്ല, മോളെപ്പോലെ കാണുമ്പോൾ ഞാൻ അമ്മയെ വെറും ഒരു അമ്മായിയമ്മയായിട്ട് കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് എന്നോട് തന്നെ ഒരു ചെറിയ പുച്ഛം തോന്നി. ഇതിൻ്റെയൊക്കെ കാരണം ആ വീട്ടിലോട്ട് വരുന്നതിന് മുന്നേ ഞാൻ അമ്മയുടെ ലുക്ക് വെച്ച് ജഡ്ജ് ചെയ്തുകൊണ്ടാണ്. ലുക്കിൻ്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്കാം. മക്കൾ ഇൻട്രോവേർട്ട് ആണെങ്കിൽ അമ്മ ഇൻട്രോവേർട്ട് ദി പ്രോ മാക്സ് ആണ്. ആരും തന്നോട് വന്ന് മിണ്ടാതിരിക്കാൻ വേണ്ടി അമ്മ സ്വയം ഉണ്ടാക്കിയെടുത്തൊരു റൂഡ് പേഴ്സണാലിറ്റി ആണത്. അങ്ങനെ ലുക്ക് വെച്ച് ആരെയും ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു വലിയ പാഠം എന്നെ പഠിപ്പിച്ചു തന്നത് അമ്മയാണെന്ന് പറയാം.